മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. പൃഥ്വിരാജ് ബുദ്ധിമാനാണ്. പൃഥ്വിരാജിന്റെ ബുദ്ധിയൊന്നും മോഹൻലാലിനില്ല. ഒരു ബുദ്ധിമാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റൂ. ശ്രീനിവാസൻ പണ്ട് പറഞ്ഞ പോലെ ബുദ്ധിയുടെ ഫിലിം മേക്കേഴ്സ് എഴുതുന്ന ഡയലോഗ് കാണാതെ പഠിച്ച ഡെലിവറിയാണ് മോഹൻലാലിന് അറിയുള്ളൂ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ശരിക്കും പറഞ്ഞാൽ എമ്പുരാന്റെ റോൾ ചെയ്യേണ്ടത് മമ്മൂട്ടിയാണ്. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. ഇത്രയും ഗ്ലാമറും സ്റ്റൈലിഷ് സ്റ്റൈൽ ആക്ടിങ് മമ്മൂട്ടിക്കേ പറ്റും. മമ്മൂട്ടിയുടെ ഗ്ലാമറൊന്നും മോഹൻലാലിനില്ല. വേഷം ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. ശരിക്കും എമ്പുരാനിലെ കുറേശ്ശെ എബ്രാൻ ചെയ്യേണ്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണ് അറിഞ്ഞത്. ആ ക്ലാവ് മുഴുവൻ ചേട്ടന്റെ സെലിബ്രിറ്റി കയറി ബ്ലോക്കായി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് ആരെങ്കിലും കാണിക്കും. എമ്പുരാന്റെ ട്രെയിലർ നല്ലതാണ്, അതുകൊണ്ട് സിനിമ കാണാനോ ഇല്ല. ചില ആൾക്കാരെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ തെറ്റാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. പക്ഷെ തന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കറക്റ്റാണ്. നീ ശരിക്കും മണ്ടന. ബട്ട് മോഹൻലാൽ ഫാൻസ് മാർച്ച് 27 രാവിലെ 6 മണിക്ക് വണ്ടിയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിട്ട് മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. അപ്പൊ മാർച്ച് 27 രാവിലെ 6 മണിക്ക് വനിതാ തിയേറ്ററിൽ വെച്ച് കാണാം. എന്താ എന്റെ ഉദ്ദേശം? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.